റാസ അലീഫ് സ്ത്രീയാണ്, ഡോക്ടറാണ്. ഏകദേശം 45ഓളം വയസ്സ് വരും. ലെബനീസ് സിറ്റിസണാണ്. ഇവർ അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്കൂളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായിരുന്നു. ഇവര് തിരിച്ച് അമേരിക്കയിലോട്ട് വരുന്ന സമയത്ത് ഇവരോട് അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവർ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ കയറ്റി തിരിച്ച് ലെബനനിലോട്ട് അങ്ങ് വിട്ടു. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഷിയ മുസ്ലിം വിശ്വാസിയായ റാസ അലീഫിനെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ചതിന്റെ കാരണം എന്താ? പല വാർത്തകൾ വരുന്നുണ്ട്, ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലെബനീസ് മീഡിയ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവർ അറിയപ്പെടുന്ന ഒരു നെഫ്രോളജി ഡോക്ടറായിരുന്നു. അതിൻ്റെ മാസ്റ്റേഴ്സും അതിൻ്റെ മറ്റുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിനൊക്കെ വേണ്ടിയാണ് അവർ അമേരിക്കയിൽ വരുന്നത്. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അതിനുശേഷം അവർ ഓഹിയോയിൽ യൂണിവേഴ്സിറ്റി പഠിച്ചു, മറ്റൊരു ഫെലോഷിപ്പ് എടുത്തു നെഫ്രോളജിയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇവർ ജോയിൻ ചെയ്ത്. നല്ല ടീച്ചറാണ്. ഇവരൊരു കടുത്ത ഷിയ അനുഭാവിയാണ്. അതിനേക്കാളുപരി ഹിസ്ബുള്ളയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അകത്തുനിന്ന് 75% അത് അവര് ഷിയ അനുകൂല സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് ഇവർ അയച്ചുകൊണ്ടിരുന്നു കൃത്യമായിട്ട്.